ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ 24 hours ഫോൺ ചലഞ്ച് കഴിഞ്ഞു. നോ ഫോൺ ചലഞ്ച് കഴിഞ്ഞു, സോറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് തൃശ്ശൂർ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, ഫോണില്ലാണ്ട് തൃശ്ശൂർ വരെ പോയി വരാൻ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുക, ഫോൺ ഞാൻ റൂമിൽ വെക്കുന്നു. എൻ്റെ വണ്ടി എടുത്ത് ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അവിടെ വണ്ടി വെച്ചിട്ട് അവിടുന്ന് ഫുള്ള് ഫോണൊന്നും ഇല്ലാതെ എൻ്റെ അളിയൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് എത്തിപ്പെടണം, അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ. അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നതായിരിക്കില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഓരോ ടിക്കറ്റും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് പോയത് പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ 24 മണിക്കൂർ ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് എൻ്റെ ഫോണിൻ്റെ അടുത്തേക്ക്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ 24 മണിക്കൂർ വിത്തൗട്ട് ഫോൺ ചാലഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ തൃശ്ശൂർ പോയിക്കാറ് എൻ്റെ അളിയൻ്റെ വീട്ടിലേക്ക്. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ 24 hours ചാലഞ്ച് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് ഫോൺ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ നേരെ തൃശ്ശൂർക്ക് വണ്ടി കയറുമായിരുന്നു. അപ്പോൾ ഒരു ഉച്ചയോടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ഫോൺ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോയത്. എനിക്കറിയാം ഫോണില്ലാതെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ, മെയിനായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേർസ് മെട്രിൻ വളരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ട്രെയിൻ എത്തിയത്, പ്ലാറ്റ്ഫോം ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടി, അതുപോലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി, വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ GPay യൂസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പിക്ക് ചെയ്യണമെങ്കിൽ, നമ്മളെ വരണമെങ്കിൽ, നമുക്ക് ആരെങ്കിലും കോൾ ചെയ്യണമെങ്കിൽ, എന്താവശ്യത്തിലും ഫോൺ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ റിസ്ക് എടുത്താണ് പോയത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇത് വലിയ റിസ്ക് ആയിട്ട് തോന്നുന്നില്ല, കാരണം എനിക്ക് വഴിയും കാര്യങ്ങളൊക്കെ അറിയാം, ഏത് ബസ് കയറണമെന്ന് അറിയാം. വലിയ സീനൊന്നുമില്ല. നമുക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റ് നമുക്ക് കൗണ്ടറിൽ നിന്ന് എടുക്കാം, പൈസ കൊടുത്തെടുക്കാം. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള കോൺഫിഡൻസിലാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ എടുക്കാമെന്നാണ്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം അതിൻ്റെ ത്രൂ ഔട്ട് വ്ളോഗ് നമുക്ക് എടുക്കാൻ നിർവാഹമില്ല, കാരണം ക്യാമറാമാനും ഇല്ല, നമ്മുടെ ഈ ഫോണും ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയി എന്നുള്ളതിൻ്റെ ഒരു തെളിവിന് ഞാൻ പോയ ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് മറ്റൊരു ദൃശ്യമാണ്, നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ബില്ലൊക്കെ എടുത്ത് വെച്ചിട്ട് ഡേ റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ചെറിയൊരു ഐഡിയ തോന്നിയാണ്, വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഷൂട്ട് ചെയ്ത സ്ഥിതിക്ക് ഞാനിതൊരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സ്, എൻ്റെ സന്തോഷ് സജാരി. ഈ പേഴ്സ് മാത്രം എടുത്തിട്ടാണ് ഞാൻ പോയത്. ഞാൻ പോയിട്ട് ഇന്നലെ തന്നെ തിരിച്ചു വരാനായിരുന്നു പ്ലാൻ, പക്ഷേ വരാൻ പറ്റിയില്ല. പിറ്റേന്നാണ്, ഇന്ന് തിങ്കളാഴ്ചയാണ് എത്തിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ട്രെയിനിന് അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. ഇവിടുന്ന് വണ്ടി എടുത്ത് ഞാൻ ആലുവയ്ക്ക് പോയി. അപ്പോൾ ട്രെയിനിന് സമയം ഞാൻ ഒരു ഊഹക്കണക്കിനാണ് പോയത്. സമയം ചോദിക്കാൻ വഴിയില്ല, വാച്ച് എടുത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ട്രെയിനിൻ്റെ സമയം കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി 1:40 ട്രെയിൻ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആരോടോ സമയം ചോദിച്ചപ്പോൾ 1 മണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 40 മിനിറ്റ് കിടപ്പുള്ളൂ. അപ്പോൾ വെറുതെ സമയം കളഞ്ഞെന്ന് വെച്ചിട്ട് ആദ്യം ഞാൻ നല്ല വിശക്കുന്നതുകൊണ്ട് അവിടെ ആലുവ സ്റ്റേഷൻ്റെ അടുത്തൊരു ബിരിയാണി കടയുണ്ട്, ബിരിയാണി അല്ല, ചെറിയൊരു ബേക്കറി പോലെ ഉണ്ട്, ബാംബിനോ റെസ്റ്റോറൻറ്റ് എന്നുണ്ട്. അപ്പോൾ അവിടെ കയറി ഒരു CB കഴിച്ചു, 120 രൂപയായി. അപ്പോൾ അതിൻ്റെ ബില്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം 40 മിനിറ്റ് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ബസ് ഉണ്ടോ നോക്കി. അപ്പോൾ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയി, KSRTC സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ പോയിട്ട് തൃശ്ശൂർക്കുള്ള വണ്ടി കയറി. 73 രൂപ ടിക്കറ്റ്, സെസ് എമൗണ്ട് 477 രൂപയാണ് നമുക്കായത്. അപ്പോൾ അങ്ങനെ അത്രയും ചിലവായി. പിന്നെ തൃശ്ശൂർ ഇറങ്ങിയിട്ട് നമുക്ക് ശക്തൻ സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ഈ പീച്ചി ഡാം ഉണ്ടല്ലോ, പീച്ചി ഡാമിനടുത്തുള്ള പീച്ചി റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പോകാനുള്ളത്. പട്ടിക്കാട്, അവിടെയാണ് എൻ്റെ അളിയൻ്റെ വീട് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഞാൻ ബസ് കയറി. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ നമ്മുടെ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ ചെയ്ത ബസ്സുകളിലൊന്നും നമുക്ക് ടിക്കറ്റ് തരത്തില്ല, പൈസ മേടിച്ചിട്ട് അവരും പോകും. അവർക്ക് അങ്ങനെ ടിക്കറ്റിൻ്റെ സ്കീമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കീമായിരുന്നു. എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, അപ്പോൾ ടിക്കറ്റ് കാണിക്കാനും നിർവാഹമില്ല. അപ്പോൾ ഞാനങ്ങനെ അവിടെ എത്തി. അതിനുശേഷം തിരിച്ച് എന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ, അതായത് ഇന്ന്, അളിയൻ തൃശ്ശൂർ ടൗണിൽ കൊണ്ടുവിടുമായിരുന്നു. അളിയൻ്റെ ഓഫീസ് അവിടെയാണ്. അപ്പോൾ അളിയൻ വർക്ക് ചെയ്യാൻ പോയ കൂട്ടത്തിൽ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ അവിടുന്ന് പിന്നെ ട്രെയിൻ കയറിയാൽ വന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ സമയമല്ല എനിക്കറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ആലുവയ്ക്ക് വന്ന വണ്ടിയുടെ ടിക്കറ്റ്. തൃശ്ശൂർ ടു ആലുവ സെക്കൻഡ് സൂപ്പർ ഫാസ്റ്റ് ജേണിയാണ് എടുത്തത്. അപ്പോൾ അതിന് നമുക്ക് 50 രൂപയായി. അപ്പോൾ അതിൽ കയറി ഞാൻ ആലുവ ഇറങ്ങി. ആലുവയിൽ നിന്ന് എൻ്റെ വണ്ടി എടുത്ത് ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു കുട്ടി വ്ളോഗ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. लाइक करो, सब्सक्राइब करो एंड शेयर कर दो।